ഇവിടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു പുതിയ ചർച്ചക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. നവസെലഫിസം എന്നൊരു പുതിയ ടെർമിനോളജി ബോധപൂർവം ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. CP സലീം സാഹിബ്, എന്താണ് നവസെലഫിസം? എന്താണ് അതിന്റെ പിന്നിലെ ഒളിയ അജണ്ടകൾ? ഒന്ന്, സെലഫി എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ശരിയായി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അത് രണ്ടും ദിവ്യ സന്ദേശമാണ്, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളും എങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നതിന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ്. അത് പ്രവാചകനും അവിടുത്തെ അനുയായികളും അഥവാ സ്വഹാബികളും എങ്ങനെയാണോ ജീവിതത്തിൽ പകർത്തിയത്, എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത്, അതേപോലെ ആയിരിക്കണം. അങ്ങനെ അത് അനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിത രീതിക്കാണ് യഥാർത്ഥത്തിൽ സലഫിയ്യത്ത് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് അഹ്ലുസുന്നത്തി വൽ ജമാഅ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗം സ്വീകരിക്കുന്നവർ. ലോകത്ത് ഭിന്നിപ്പ്, അടിസ്ഥാനപരമായ ഭിന്നിപ്പ് ഇന്ന് അറിയപ്പെടുന്നത് മുസ്ലിങ്ങൾ രണ്ട് വിഭാഗങ്ങളായിട്ടാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഷിയാക്കളും സുന്നികളും. ഈ സുന്നികൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് സലഫികൾ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. അപ്പൊ യഥാർത്ഥ ഇസ്ലാമിന് ഷിയായിസത്തിലേക്കോ മറ്റ് വ്യതിയാനങ്ങളിലേക്കോ പോകാത്ത യഥാർത്ഥ ഇസ്ലാമിന് പറയുന്ന പേരാണ് സലഫിയത്ത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, അഥവാ ഞാൻ സുന്നിയാണ്, അഥവാ ഞാൻ സലഫിയാണ് എന്ന് പറയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഇസ്ലാമിനെതിരായ ബോധപൂർവമായ അജണ്ടകളുമായി ദുർവ്യാഖ്യാനങ്ങളുമായി വരുന്ന കക്ഷികളും ഞങ്ങൾ സലഫികളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വീകാര്യത കിട്ടും. ഇതാണല്ലോ ശ്രദ്ധിക്കേണ്ടത്, അതാണല്ലോ ശരി എന്ന് ജനങ്ങൾ ചിന്തിക്കും. യഥാർത്ഥത്തിൽ നവസലഫിസം എന്ന് പറയുന്ന ഒരു പദം തന്നെ ഫൗളാണ്. നവ എന്ന വാക്ക് അതിനോട് ചേർത്ത് സലഫ് എന്ന് പറഞ്ഞാൽ മുൻ കഴിഞ്ഞു പോയത് എന്നാണ്. അഥവാ സ്വഹാബികളിലേക്ക് ചേർത്തു പറയുന്നതിനോട് നവ വരും. നവ സ്വഹാബികൾ ഉണ്ടാവില്ല, പ്രവാചകന്റെ അനുചരന്മാർ പിന്നീട് വരില്ല. അതുകൊണ്ട് നവസലഫിസം എന്ന് പറയുന്നത് അർത്ഥം ആലോചിച്ചാൽ ആ പദം പോലും പറയാൻ കഴിയില്ല. കാരണം സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് അഥവാ സ്വഹാബികൾ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സലഫികൾ, സുന്നികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഏതൊരു വ്യക്തിയും ഏതൊരു സമയത്തും ആ യഥാർത്ഥ ആശയത്തിൽ നിന്ന് മാറിപ്പോകും. എങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിന് പ്രവാചകനും സ്വഹാബത്തും പറയാത്തൊരർത്ഥമോ വ്യാഖ്യാനമോ കൊടുത്താൽ ആ നിമിഷം അവിഷയത്തിൽ സലഫി ധാരയിൽ പോകും. അത് ഹദീസാണെങ്കിലും അങ്ങനെ തന്നെ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, സാമ്പത്തിക രംഗത്ത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സ്വഹാബത്തിന്റെ രീതിശാസ്ത്രത്തിൽ നിന്ന് അല്പം പിന്നോട്ട് ആ വിഷയത്തിൽ അയാൾ സലഫിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു കക്ഷിയുടെ പേരല്ല, ഒരു പാർട്ടിയുടെ പേരല്ല, അതൊരു രീതിശാസ്ത്രത്തിന്റെ, ഒരു മെത്തഡോളജിയുടെ പേരാണ്. ലോകത്ത് ഭൂരിപക്ഷം ആളുകളും ഞങ്ങൾ സലഫികളാണ് അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് അഥവാ സുന്നികളാണ് എന്ന് പറയുന്നവരാണുള്ളത്. ഈ കാര്യം നമ്മൾ ശരിക്കും പഠിച്ചാൽ യഥാർത്ഥത്തിൽ നവസലഫിസം എന്ന പദം ഉപയോഗിക്കാൻ സാധ്യമല്ല. ഏതുപോലെ ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം സമാധാനപരമായ ഭീകരവാദം. അതേപോലെ തന്നെയാണ് നവസലഫിസം എന്ന് പറഞ്ഞാൽ പുതിയ പഴയ ആ പദം തന്നെ ശരിയല്ല. ദയവ് ചെയ്ത് ഇനി ആരും അത് പ്രയോഗിക്കരുത്. അത് യഥാർത്ഥ അർത്ഥം അറിയുന്ന ആൾക്കാർ ചിരിച്ചു പോകും അത് കേൾക്കുമ്പോൾ. നവസലഫിസം എന്നത് അതിന്റെ പദപ്രയോഗം തന്നെ തെറ്റാണ് എന്ന വളരെ വ്യക്തമായ സമർത്ഥനമാണ് CP സലീം സാഹിബ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു തികച്ചും ഒരു ഇസ്തിലാഹിയായ സാങ്കേതികമായ സലഫ് എന്നത് ആരാണ്, എങ്ങനെയാണ് എന്നത് വളരെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് സലഫി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു വാദം നേരത്തെ സലീംക്ക് പറഞ്ഞതുപോലെയുള്ള ഒരു വാദം പറഞ്ഞുകൊണ്ട് തന്നെ ആ പദപ്രയോഗം നടത്തുന്നതിനെ വിമർശിക്കാറുമുണ്ട്. അതായത് സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളാണ്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സലഫി എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ അറബിയിൽ യാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്കാരന് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ എന്നാണ് അർത്ഥം. അപ്പൊ എന്നതുപോലെ സലഫി എന്ന് പറഞ്ഞാൽ മുൻഗാമികളോട് നിസ്ബത്ത് അഥവാ അവരിലേക്ക് ചേർത്തി പറയൽ, അവരുടെ ചര്യയെ ജീവിതത്തിൽ പകർത്തുന്നവനാണ് സലഫി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ
തന്റെ മുൻഗാമികളായ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹത്തിൽ നിന്ന് മതം പഠിച്ച സ്വഹാബത്തിന്റെയും മാർഗം സ്വീകരിച്ചുകൊണ്ട് താബിഈങ്ങളുടെയും അഥവാ അവരെ പിന്തുടർന്ന് ജീവിച്ച ആളുകളുടെയും കൃത്യമായ ഇസ്ലാമിക ആചാര വിശ്വാസ തലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഈ രണ്ട് സംസാരങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ എന്താണ് സലഫിയത്ത്, എന്താണ് സലഫ്, ആ പദം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അഥവാ ഇസ്ലാം എന്നാൽ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളും ജീവിതചര്യയുമാണ്. അത് സ്വീകരിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഇസ്ലാമാക്കണമെങ്കിൽ ഖുർആനും സുന്നത്തും ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ആ മുസ്ലിം യഥാർത്ഥത്തിൽ സലഫിയാണ്. അവനാണ് നമ്മൾ സലഫി എന്ന് പറയുന്നത്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവർ സലഫികളായി. അവിടെ നിന്ന് ഇങ്ങോട്ട് അതേ ജീവിത രൂപം പിന്തുടരുന്ന മുഴുവൻ ആളുകൾക്കും സലഫികൾ എന്ന് അറിയപ്പെടുകയാണ്. അതല്ലാതെ ഇതൊരിക്കലും ഒരു വ്യക്തികൾ ഉണ്ടാക്കിയ കമ്മ്യൂണിസം, സോഷ്യലിസം ഇതുപോലുള്ള ഒരു ഇസമല്ല. അത് മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്. അഥവാ എന്റെ ജീവിതം ഞാൻ പ്രവാചകന്റെ ജീവിതമാക്കി മാറ്റുന്നു, എന്റെ ജീവിതം ഞാൻ ഖുർആന്റെ പതിപ്പാക്കി മാറ്റുന്നു എന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ സലഫിയത്ത്. ഒരു സംഘടനയല്ല സലഫിയത്ത് എന്ന് നമ്മളിവിടെ ആണയിട്ട് പറയുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ഈ ഒരു അവസ്ഥക്ക് വ്യത്യാസങ്ങളുണ്ടാകും. ഒരാൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ക്ലിയർ ആയിരിക്കും. ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിലെ സ്വകാര്യ ജീവിതത്തിൽ ചില തകരാറുകൾ ഉണ്ടാകും. അയാൾക്ക് സ്വകാര്യ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ ഉണ്ടാകും. അപ്പോൾ അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലല്ല ആ വിഷയത്തിൽ, അഥവാ ആ വിഷയത്തിൽ അയാൾ സലഫിയത്തിലല്ല. ഒരാൾ ചിലപ്പോൾ അയൽപ്പക്കക്കാരനുമായി കലഹത്തിലായിരിക്കും. അപ്പോൾ അയാൾ ആ വിഷയത്തിൽ സലഫിയത്തിലല്ല, അയാൾ സലഫി അല്ല ആ വിഷയത്തിൽ. പൊതുവെ അഖീദ സ്വീകരിക്കുകയും വിശ്വാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയധാരയുടെ അടിസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നവരെ പൊതുവായി നമ്മൾ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ചില ആളുകൾ പിശുക്കന്മാരായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് അബദ്ധങ്ങൾ ഉണ്ടായിരിക്കും. ആ വിഷയത്തിൽ അയാളുടെ സലഫിയത്ത് അഥവാ സലഫി ആശയധാരയുമായി ചേർന്നുള്ള യാത്രയിൽ അയാൾക്ക് തീർച്ചയായും തിരുത്തുകൾ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടനയല്ല. ഒരു സംഘടനയാണ് എന്ന് വിചാരിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ചില ആളുകൾ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത്, വിശേഷിച്ചും സെപ്റ്റംബർ 11 ശേഷം ഈ വിഷയം കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്താൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ട് എന്നത് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയ നിലവിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. മീഡിയ ഡെസ്കുകളിൽ ബുദ്ധിജീവികളായി കടന്നെത്തുന്ന പലരും നവസലഫിസം എന്ന വേർഡ് മസ്തിഷ്കങ്ങളിലേക്ക് അത് കൃത്യമായി അടിച്ചു കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സദസ്സ് സോഷ്യൽ മീഡിയയിലെ വിജിലന്റായ, ബോധപൂർവമായ, പക്വമായ, ക്രിയാത്മകമായ സാന്നിധ്യം തെളിയിക്കുന്ന പലരും നമ്മുടെ സദസ്സിലുണ്ട്. അവർക്ക് ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ഉണ്ടാകുമെന്ന് തികച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി അവരുടെ അവസരത്തിലേക്ക്. ഒരു സെൽഫി തരംഗത്തിൽ നിന്നും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു സലഫിസത്തിലേക്കുള്ള ഡിസ്കഷനിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സലഫിസത്തെ പാരലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന വേറെ ടേമാണ് വഹാബിസം. ഇപ്പൊ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കൃതികളും അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവരൊക്കെയാണ് സലഫിസത്തിന്റെ അല്ലെങ്കിൽ സലഫിയത്തിന്റെ ആളുകളായിട്ട് നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പൊ ഇവരുടെ കൃതികളാണ് പലപ്പോഴും ഈ IS പോലത്തെ ആളുകൾ ഉദ്ധരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതില് വാളിനും ഇസ്ലാം പ്രചരിപ്പിച്ചത് വാളുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വാളിന് ഒരു ശക്തമായ റോളുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞതായിട്ടുള്ള ഉദ്ധരണികൾ എടുത്തിട്ടാണ് ഇവര് പലപ്പോഴും ഇതിനെ സലഫിസത്തിന്റെ തലയിൽ വെച്ച് കെട്ടുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ എന്താണ് സത്യത്തിൽ അങ്ങനെ ഉണ്ടോ, അത് ഒരു മിസ്ഗൈഡൻസ് ആണോ, എന്താണ് അറിയാൻ വേണ്ടി താല്പര്യം. ഇതില് രണ്ടു വശങ്ങളാണ് കടന്നു വരുന്നത്. ഒന്ന്, ഇത് സലഫിയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്താധാരകൾ വന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. യഥാർത്ഥത്തിൽ ഹാക്കിമിയത്ത് വാദവും അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖവാരിജി ആദർശത്തിൽ നിന്നാണ് ഈ ചിന്താധാരകൾ ഉടലെടുത്തത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. പിന്നീടുള്ള ആരോപണം, ഇവർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത് യഖ്റഊനൽ ഖുർആൻ തഹ്ഖിറൂന ഖിറാഅതുകും
ഖിറാഅതകും ഇലാ ഖിറാഅതിഹിം, നിങ്ങളുടെ പാരായണം അവരുടെ പാരായണവുമായി തട്ടിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തുലനം ചെയ്യാൻ പോലും സാധിക്കുകയില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അല്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകങ്ങൾ അവര് ഉദ്ധരിച്ചു എന്നുള്ളത് അവരവരുടെ വക്താക്കളാണ് എന്നുള്ളതിനുള്ള തെളിവല്ല, ഒന്നാമതായി. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഉദ്ധരിച്ച ഉദ്ധരണികൾ ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണ് എന്നുള്ളത് നമ്മൾ മനനം ചെയ്യേണ്ടതുണ്ട്. അവർ അത് പറഞ്ഞത് യുദ്ധ സാഹചര്യങ്ങളിൽ പറഞ്ഞതാണോ, ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണോ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്തരത്തിലുള്ള ഹദീസുകൾ പോലും ഇവർ ദുർവ്യാഖ്യാനിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ യുദ്ധ സാഹചര്യങ്ങളിൽ പറഞ്ഞ വചനങ്ങളെ പോലും ദുർവ്യാഖ്യാനിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ യുദ്ധ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണങ്ങൾ അവരുടെ തത്വങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിൽ യാതൊരു അതിശയവും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ഈ ചിന്താധാരയുമായി ബന്ധമില്ല. ഇതുണ്ടായിട്ടുള്ളത് ഹാക്കിമിയത്ത് വാദം എന്ന് പറയുന്ന ഒരു ചിന്താധാരയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ തക്ഫീർ അതുപോലെ തന്നെ ഖവാരിജിയത്ത് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ചർച്ചയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക്, പാനലിലേക്ക് കൂടുതൽ ആളുകൾ ചേരേണ്ടതുണ്ട്. അടുത്തത് CP സലീം സാഹിബിലേക്ക്. ഒന്ന്, ഇവിടെ ഉദ്ധരിച്ച രണ്ട് മഹാപണ്ഡിതന്മാർ ഇബ്നു തൈമിയ, മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഈ രണ്ടുപേരെയും ഇന്ന് നിലവിലുള്ള സൗദി അറേബ്യ അവിടുത്തെ പണ്ഡിത സഭ അംഗീകരിക്കുകയും ഇവരുടെ രണ്ടുപേരുടെയും കൃതികൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി അടക്കം പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഉദ്ധരണികളാണ് IS കാരണമായത് എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന രാജ്യത്ത് നിന്നാണ് ആദ്യമായി IS ഫത്വ വരുന്നത്. അവിടെ ഏകദേശം ഈ IS പൊട്ടിപ്പുറപ്പെട്ട അതേ സമയത്ത് പണ്ഡിതന്മാർക്ക് അത് കൃത്യമായി ബോധ്യമായപ്പോൾ ഉടൻ തന്നെ അതിനെതിരെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ അറഫ പ്രസംഗത്തിൽ 40 ലക്ഷത്തോളം ആളുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആഹ്വാനം ഉണ്ടായി. ISനെതിരെ ഓരോ മുസ്ലിമും തന്നാൽ കഴിയുന്നത് ചെയ്യണമെന്ന് ആഹ്വാനം ഉണ്ടായി. 2 ഹറമുകളിൽ നിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇത് ശരിയാണ്, IS ശരിയാണെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യ പറയേണ്ടത്. IS സൗദി അറേബ്യയെ ലക്ഷ്യം വെച്ച് സ്ഫോടനങ്ങൾ നടത്തുന്നു എന്നിട്ട് ഇവർ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഈ 2 മഹാപണ്ഡിതന്മാരെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്വീകാര്യത കിട്ടും എന്ന കൃത്യമായ സാമ്രാജ്യത്വ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത്. വളരെ വ്യക്തമാണെന്നാണ് എനിക്ക് ചേർക്കാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെയും ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിമിനെയും ഇപ്പോൾ മാധ്യമ ചർച്ചകളിൽ വലിച്ചിഴച്ചു കൊണ്ടുവരാൻ ആർത്തി കാണിക്കുന്ന ചിലരുടെ ചർച്ച കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ 2014 എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ദിവസം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഒക്കെ തീവ്രവാദത്തിന്റെ അപ്പോസ്തലവന്മാരാകുന്നു. അബൂബക്കർ ബഗ്ദാദി, ബിൻ ലാദൻ ഒന്നും ഇല്ലാതെയായി പോകുന്നു. എന്നിട്ട് നവസലഫിസം എന്ന വേർഡ് ഓരോരുത്തരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പറയാൻ കിട്ടിയ അവസരമനുസരിച്ച് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് പേജുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ മജ്മുഉൽ ഫത്താവ മാത്രം എടുത്താൽ ആയിരക്കണക്കിന് പേജുകളുള്ള വോള്യങ്ങളിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ മാത്രം എടുത്താൽ 100 കണക്കിന് പേജുകളുണ്ട്. ഈ പേജുകൾ വായിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്ര തീവ്രവാദികൾ ജനിച്ചു എന്നിവർ പറയട്ടെ, ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് എത്ര ആളുകൾ ഉണ്ടായി എന്നിവർ പറയട്ടെ. എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായി പ്രതികരിക്കാൻ കഴിയുന്ന ആളാണ് ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി. ഒരു ഷോർട്ട് ബ്രേക്കിന്റെ ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് ഞാൻ പോകുന്നു. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, അതിനപ്പുറം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവരുടെ അടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ സംഹാര രക്തതാണ്ഡവങ്ങൾക്ക്, അവർ ഈ മനുഷ്യക്കുരുതിക്ക് അവർ വിശുദ്ധ ഖുർആനെ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഹദീസുകളെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ടീമിന് സലഫി പണ്ഡിതന്മാരെ എടുത്തുദ്ധരിക്കുക എന്നുള്ളത് അതിൽ യാതൊരു അത്ഭുതമല്ല. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ ദുർവ്യാഖ്യാനിക്കുവാനും അതേപോലെ തന്നെ അതിലുള്ള യഥാർത്ഥ ആശയങ്ങളെ യഥാവിധം മനസ്സിലാക്കുവാനും ഈ വിഭാഗം ആളുകൾ പ്രാപ്തരല്ല. കാരണം ഇവർ വൈജ്ഞാനികമായി വളർന്നവരോ മികച്ചു നിൽക്കുന്നവരോ അല്ല. അതൊന്ന്. രണ്ടാമത്തേത്, ഇപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം, അതേപോലെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അൽ ജമീ, ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ
പ്രാമാണികമായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിന് വിശദീകരണങ്ങൾ എഴുതുകയും വിശദീകരണങ്ങൾ പറയുകയും ചെയ്ത ലോക പ്രസിദ്ധ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ ആരും ആ രചനകളിലൊന്നും ഇവർ ഉദ്ധരിക്കുന്ന ഉദ്ധരണികളോ അതേപോലെ തന്നെ ഇവർ കോട്ട് ചെയ്യുന്ന വരികളോ അവിധം മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല അവരാരും തീവ്രവാദികളായിട്ടില്ല. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ചർവിത ചർവണം ചെയ്ത പുസ്തകങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടേത് വിശിഷ്യം. അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രചനകൾ അഗണ്യമാണ്, ധാരാളമാണ്. അത് ലോകത്ത് എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടുള്ളതായ ഗ്രന്ഥരചന, അത് വലിയൊരു വിജ്ഞാന സാഗരാണ്. അത് പല ഭാഗങ്ങളിലുണ്ട്. ഇബ്നുൽ ഖയ്യിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠനം നടത്തുകയും അതിന് വിശദീകരണം നൽകുകയും അതിന് അനുബന്ധ കുറിപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ വിശിഷ്യ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ രചനകൾ അതിനെ വിശദീകരിച്ച എത്രയോ പണ്ഡിതന്മാരുണ്ട്. അവർക്ക് ആർക്കും അവരുടെ തലച്ചോറിൽ മുളക്കാത്ത ചിന്തയാണ് ഈ ഭാഗം ആളുകളുടെ തലയിലുള്ളത്. മാത്രമല്ല അവരൊക്കെ അത് യഥാവിധം പഠിച്ച് അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ്. അവരാരും ഈ ദാഇശിൽ അല്ലെങ്കിൽ ഈ IS-ൽ ഇല്ല എന്നത് മാത്രമല്ല, അവരാണ് ഏറ്റവും ആദ്യം ഈ ഒരു ടീമിനെതിരിൽ ലോകത്തിന് മുന്നറിയിപ്പ് ഏറ്റവും ശക്തമായ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി, ഹംസ മദീനി, അതേപോലെ തന്നെ സഹോദരൻ PN അബ്ദുറഹ്മാൻ, അബ്ദുൽ ലത്തീഫ്, ഇവരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കുന്ന മഹത്തായ ഇസ്ലാമിക സംസ്കാരങ്ങളുടെ പ്രതീകമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഇവിടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നതും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചവരും അതിനെ ആഴത്തിൽ മനസ്സിലാക്കിയവരുമാണ്. അതുകൊണ്ട് തന്നെ ഇത് സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗമാണ് എന്ന ഏറ്റവും ശക്തമായ അഭിപ്രായത്തെ നാം ഇവിടെ സാംശീകരിക്കുന്നു. ആ ഒരർത്ഥത്തിൽ നമ്മുടെ ചർച്ചയുടെ ബാക്കി തുടർച്ചകളിലേക്ക് നമ്മൾ പോകുന്നു.